കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം എന്ന അതിസങ്കടകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം. ആ തീപിടുത്തം മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു സൈഡിൽ തീ അണയ്ക്കുമ്പോൾ മറു സൈഡിൽ തീ വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിരവധി ഫയർഫോഴ്സ് യൂണിറ്റുകൾ കോഴിക്കോടിന് പുറത്തുനിന്ന് അടക്കം എത്തിയാണ് ഇപ്പോഴും തീയണയ്ക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റിയുടെ ഫയർ എഞ്ചിനാണ്. കാലിക്കറ്റ് എയർപോർട്ട് അതോറിറ്റിയുടെ ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവരുൾപ്പെടെ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഷബീർ ഉമർ അവിടെ നിന്നും ചേരുന്നുണ്ട്. ഷബീർ, ഇപ്പോഴും തീ ആളിക്കത്തുന്ന സ്ഥിതിവിശേഷം, അതായത് നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും അതിൻ്റെ വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു എന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് നിലവിലത്തെ അവിടുത്തെ സാഹചര്യം? കൂടുതൽ ഫയർഫോഴ്സുകളൊക്കെ അവിടേക്ക് എത്തുന്നുണ്ടല്ലോ. എന്താണ് നിലവിൽ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? അജി, നേരത്തെ ജില്ലാ കളക്ടർ പറഞ്ഞത് ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു ഫയർ എഞ്ചിൻ കൂടി, ആ ഒരു വാഹനം കൂടി ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ വാഹനം ഇവിടേക്ക് എത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫയർഫോഴ്സ് യൂണിറ്റുകൾ മണിക്കൂറുകളായി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഒരു ഭാഗത്ത് തീ അണഞ്ഞതിനു ശേഷം വീണ്ടും അതേ ഭാഗത്ത് തീ വീണ്ടും ആളിക്കത്തുന്ന സ്ഥിതിയുണ്ട്. ആ നിലയ്ക്കുള്ള വെല്ലുവിളികളെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ തീ അണച്ച് അല്ലെങ്കിൽ വെള്ളമടിക്കുമ്പോൾ അണയുന്ന തീ, ഈ വെള്ളമടിക്കൽ നിർത്തിയാൽ തൊട്ടടുത്ത നിമിഷം വീണ്ടും ആളിക്കത്തുന്ന നിലയിലാണ് സ്ഥിതിയുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേകമായി തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഫയർ എഞ്ചിൻ കൂടി, അല്ലെങ്കിൽ ആ നിലയ്ക്ക് കൂടുതൽ സംവിധാനങ്ങളുള്ള ഫയർ എഞ്ചിൻ കൂടി ഇവിടേക്ക് എത്തിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ജില്ലയിലെ ഫയർ എഞ്ചിനുകൾ കൂടാതെ മറ്റ് ജില്ലയിൽ നിന്ന് കൂടി കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാക്കുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള നിർദ്ദേശം ഇതിനോടകം നൽകിയിട്ടുണ്ട്. അതൊരു കടുത്ത വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ തീ അണയ്ക്കൽ ദൌത്യം പുരോഗമിക്കുന്നത്. നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തീ അണഞ്ഞുവെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ഈ വെള്ളമടിക്കുന്നത് നിർത്തിയാൽ വീണ്ടും പുക ഉയരുന്ന സ്ഥിതിയുണ്ട്. അത്തരത്തിലുള്ള വെല്ലുവിളികളുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കുന്നത്. ഒപ്പം തന്നെ അത്യാധുനിക സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ കൂടി, ഫയർ എഞ്ചിൻ വാഹനങ്ങൾ കൂടി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ശ്രമകരമായ ദൗത്യം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മണിക്കൂറുകളായി തുടരുന്ന ദൗത്യമാണ്. തീയണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇത്രയും മണിക്കൂർ, ഏതാണ്ട് 2 മണിക്കൂറോളമായി തീ കത്തുന്നു. അത്രയും ഫയർ എഞ്ചിനുകൾ ജില്ലയിൽ നിന്നുള്ള ഏതാണ്ട് മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇവിടേക്ക് എത്തിച്ച് ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാക്കിയിട്ടും പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമായി എന്ന് കരുതുന്ന സ്ഥലത്ത് ഫയർഫോഴ്സിന്റെ വെള്ളം നിൽക്കുന്ന സമയത്ത് വീണ്ടും കത്തിപ്പടരുന്ന സ്ഥിതിയാണുള്ളത്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, നേരത്തെ തീ അണച്ചു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് പൂർണ്ണമായും തീ കെട്ടടങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ ഈ വെള്ളമടിക്കുന്നത് നിർത്തിയ ഘട്ടത്തിൽ വീണ്ടും തീ കത്തിപ്പടരുന്ന സ്ഥിതിയാണുള്ളത്. ഒപ്പം തന്നെയാണ് മറുഭാഗത്ത്, ഈ കെട്ടിടത്തിന്റെ മറുഭാഗത്തേക്ക് വലിയ തോതിൽ തീ ആളിപ്പടർന്നിട്ടുണ്ട്. അവിടെ വലിയ തോതിൽ തീ കത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ നിലയ്ക്ക് ആശങ്കപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത്ര സമയമായിട്ടും ഇത്രയധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ തന്നെ ഉദ്യോഗസ്ഥർ, സാധാരണ നാട്ടുകാരെല്ലാവരും തന്നെ ചേർന്ന് സംയുക്തമായി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം നടത്തിയിട്ടും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിരാശപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. ആ നിലയ്ക്ക് എപ്പോഴും തീ ആളിക്കത്തുന്നു. മറ്റൊന്ന്, ഈ കെട്ടിടത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. ആ നിലയ്ക്ക് മുൻകരുതൽ കൂടി നടക്കുന്നുണ്ട്. അതിലേക്ക് കൂടി തീ പടരുകയാണെങ്കിൽ അത് വലിയ തരത്തിലൊരു അപകടമായി മാറും. കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഒപ്പം തന്നെ അത് നിയന്ത്രണ വിധേയമാക്കാൻ കുറേയധികം സമയമെടുക്കും. ആ നിലയ്ക്കുള്ള വെല്ലുവിളികളും ആശങ്കകളും കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മുൻകരുതലുകൾ കൂടി ഈ തീ അണയ്ക്കുന്നതോടൊപ്പം തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൽ
രണ്ടോ മൂന്നോ നിലയിലാണെങ്കിൽ അതിന് തൊട്ടപ്പുറത്തുള്ള കെട്ടിടം അതിനേക്കാൾ കുറച്ചുകൂടി വലിയ കൂടുതൽ നിലകളുള്ള കെട്ടിടമാണ്. അപ്പോൾ അതിൽ കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതിൽ കൂടുതലും തുണിത്തരങ്ങൾ വിൽക്കുന്ന കടയാണ്. അപ്പോൾ അവിടേക്ക് തീ പടരാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ നിലയ്ക്കാണ് തീയണക്കൽ ദൗത്യം പുരോഗമിക്കുന്നത്.